കാഴ്ചകളുടെ ഉത്സവം തീർത്ത നാടകങ്ങൾ ഗ്രാമങ്ങൾ തോറും അരങ്ങേറിയ കാലം നമുക്കുണ്ടായിരുന്നു. കാലക്രമേണ ആ കാഴ്ചകൾ കുറഞ്ഞെങ്കിലും നാടകത്തിന്റെ വസന്തകാലം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അണിയറ കോഴിക്കോടിന്റെ കലാകാരന്മാർ. തിരക്കേറിയ വർത്തമാനകാല ലോകത്ത് മൈക്രോ നാടകങ്ങളാണ് ലോക നാടക ദിനമായ നാളെ അവർ അരങ്ങിലെത്തിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. മലയാള നാടകവേദി വീണ്ടും സജീവമാകുകയാണ്. അടുത്ത ബെല്ലോടുകൂടി ചില ചെറു സൂക്ഷ്മ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. കാണാം ആ നാടകങ്ങളുടെ വിശേഷങ്ങൾ. ബ്യൂട്ടിഫുൾ, മനോഹരം. ഇത് നിന്റെ വരികളാണോ ആഫി? ഇതാണ് ആശയപ്രകാശനത്തിന്റെ സംഗീതം. സോഫ്റ്റ്വെയർ വിത്ത് എക്സ്പ്രഷൻസ്. എന്തെഴുതിയാലും അത് ശബ്ദമാക്കി മാറ്റാം, അതിൻ്റെ ഭാവം കേൾപ്പിക്കാം. സംഗീതമായി അല്ലെങ്കിൽ സംഭാഷണമായി. സാമൂഹിക അസമത്വവും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന കാലത്താണ് മാനവികതയിൽ അധിഷ്ഠിതമായ നാടകങ്ങളിലൂടെ കേരള നാടകവേദി സജീവമാകുന്നത്. കേരളത്തിന്റെ നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രൊഫഷണൽ അമേച്ചർ സമിതികൾ സമ്മാനിച്ചത് നിരവധി കരുത്തുറ്റ നാടകങ്ങളാണ്. ടെക്നോളജിയുടെ വികാസം നാടകത്തിന്റെ കാഴ്ചകളും അരങ്ങുകളും കുറച്ചെങ്കിലും ഇന്നും നാടകത്തിന് പ്രിയമേറെയാണ്. ആ നാടകപ്രേമികൾക്കിടയിലേക്കാണ് വസന്തകാലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ 50 വർഷമായി നാടകരംഗത്ത് സജീവമായ അണിയറ കോഴിക്കോടിന്റെ പ്രവർത്തകർ വീണ്ടും ഒരുങ്ങുന്നത്. ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. 15 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മൈക്രോ നാടകങ്ങളുമായാണ് ഇത്തവണ അവർ അരങ്ങിലെത്തുന്നത്. പോൾ കല്ലാനോട് രചിച്ച ആത്മം, ഹരിശങ്കർ ശ്രീധർ രചിച്ച ആകസ്മിക അവധിക്ക് ഒരു അപേക്ഷ, ലിഫ്റ്റ് എന്നീ 3 മൈക്രോ നാടകങ്ങളാണ് അരങ്ങിലെത്തിക്കുന്നതെന്ന് സംവിധായകൻ KR മോഹൻദാസ് പറയുന്നു. ഈ മൈക്രോ ഡ്രാമയിലേക്ക് എന്തുകൊണ്ട് തിരിയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു നാടകം അവതരിപ്പിക്കുക, രംഗത്തെത്തിക്കുക എന്നത് ഒരു അമേച്ചർ സംഘടനയെ സംബന്ധിച്ച് വളരെ സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. പിന്നെ ഒരു 300 രൂപയോ 500 രൂപയോ 100 രൂപ ടിക്കറ്റ് പോലും എടുത്ത് നാടകം കാണാനുള്ള ഒരു പ്രേക്ഷകൻ്റെ ഒരു സംസ്കാരം ആയിട്ടില്ല. നാടകത്തിന് ടിക്കറ്റ് വേണ്ട, അത് ഫ്രീ ആയിട്ട് കാണണം. പക്ഷേ സിനിമയ്ക്ക് നമ്മൾ 250, 350, 500 കൊടുത്തും കണ്ടിട്ട് നമ്മൾ മൾട്ടിപ്ലക്സിൽ പോയിട്ട് സിനിമ കാണുന്ന സ്വഭാവമാണ്. 2 രൂപ കുപ്പൺ വെച്ച് എല്ലാ മാസവും നാടകങ്ങൾ അവതരിപ്പിച്ച പാരമ്പര്യം അണിയറ കോഴിക്കോടിനുണ്ടായിരുന്നു. G ശങ്കരപ്പിള്ളയും പ്രൊഫസർ S രാമാനുജവും പോലുള്ള പ്രതിഭകൾ നാടക ക്ലാസുകൾ നയിച്ച കാലവുമുണ്ടായിരുന്നു. ട്യൂട്ടോറിയൽ കോളേജിലെ ഡെസ്കും ബെഞ്ചും അടുപ്പിച്ചു വെച്ചുണ്ടാക്കിയിരുന്ന വേദിയിൽ നാടകം കളിച്ചിരുന്ന അതേ ആവേശത്തോടെ ഇന്നും അവർ നാടകത്തിന്റെ റിഹേഴ്സൽ നടത്തുകയാണ്. എഴുതുന്ന വാക്കുകൾ, കൈവിരലുകൾ കീപാഡിൽ പതിയുന്ന മർദ്ദം, കൊടുക്കുന്ന പങ്ക്ച്വേഷൻസ്, ഇവയിൽ നിന്നും മൂടെന്താണെന്ന് കണ്ട് കോഴിക്കോടിന് ഒരു സ്ഥിരം നാടകവേദി വേണമെന്നാണ് അണിയറ കോഴിക്കോടുകാരുടെ ആവശ്യം. കോഴിക്കോട് ഒരു സ്ഥിരം നാടകവേദി, അതായത് നമുക്കിപ്പം മറ്റുള്ള വിദേശ സ്ഥലങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ പോയാൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിലൊരിക്കും അന്ന് അവിടെ ഗാനമേളയുണ്ട്, ഇല്ല അന്ന് അവിടെ നാടകം ഉണ്ടാകും എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സാഹിത്യ നഗരം പദവി കിട്ടിയിരിക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഇവിടെ സംഗീതത്തിനും അതേമാതിരി നൃത്തത്തിനും പോലെ തന്നെ ഇന്ന ഒരു ദിവസം നമുക്ക് ചെന്നാൽ, ഇന്ന വേദിയിൽ ചെന്നാൽ നമുക്കൊരു നാടകം കാണാം. നാടകങ്ങൾ ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് ചലച്ചിത്ര നാടക നടനായ ജയരാജ് കോഴിക്കോടിന്റെ വാക്കുകൾ. അണിയറ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മളെ ആ കാലഘട്ടങ്ങളിൽ വളരെ വളരെ സജീവമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് 2-3 തരം സംഘങ്ങളിൽ അന്നുണ്ടായിരുന്നു. പ്രൊഫഷണൽ നാടകങ്ങളിൽ ഒരു രീതി, അമേച്ചർ രീതി വേറെ രീതി. പിന്നെ അത് കാലക്രമേണ എങ്ങനെ കുറഞ്ഞു പോയി എന്നറിയുന്നില്ല. മിമിക്രിയുടെ കയറ്റമാണോ അല്ലെങ്കിൽ പിന്നെ സിനിമയുടെ കയറ്റമാണോ
അങ്ങനെ നാടകങ്ങൾ കുറച്ച് ശക്തി കുറഞ്ഞു വന്ന മാതിരി തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും അത് സജീവമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി നാടകങ്ങളുടെ അരങ്ങായിത്തീർന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ ലോക നാടക ദിനമായ നാളെ വൈകിട്ട് 4-നാണ് അണിയറ കോഴിക്കോടിൻ്റെ പുതിയ 3 മൈക്രോ നാടകങ്ങളും അരങ്ങേറുന്നത്. നാടകത്തിൻ്റെ നല്ല കാലം വീണ്ടും വരുമെന്ന പ്രത്യാശയിൽ ഓരോ കലാകാരനും അതിനായുള്ള പരിശ്രമത്തിലാണ്. അറിയാതെ വാക്കാലൊന്ന് കൊണ്ടാലേ പോക്കന്റെ നേരത്തെ ആയിപ്പോ പറഞ്ഞേക്കാം. നിറഞ്ഞ സദസ്സിന് മുൻപിൽ അരങ്ങ് തകർത്ത നിരവധി നാടകങ്ങൾ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായുണ്ട്. നാടകങ്ങളുടെ ആ വസന്തകാലം തിരിച്ചു വരട്ടെ. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.